ശ്രീമന്നാരായണീയം ദശക 23 ദക്ഷചരിതവും ചിത്രകേതൂപാഖ്യാനവും. ശ്ലോകം 10. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിസ്സംഭ്രമസ്ത്വയമയാചിതശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി. ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരഭിഭ്രമമപാസ്യ ഗതപദം തേ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ചിത്രകേതു വിമാനത്തിൽ ഇങ്ങനെ ലോകം ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് കൈലാസത്തിന് മുകളിൽ വരികയും മഹർഷിമാര് ഇരിക്കുന്ന ആ സഭയിൽ പരമശിവൻ പാർവതിയെ മടിയിൽ വെച്ച് ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട് കളിയാക്കുകയും ചെയ്തു. പരമശിവൻ കോപിച്ചില്ല, പക്ഷേ പാർവതിക്ക് വല്ലാത്ത കോപമുണ്ടായി. ഒട്ടും പാർവതി സഹിച്ചില്ല. വേഗം വൃത്രാസുരനായിട്ട് ഈ ചിത്രകേതുവാണ് പിന്നീട് ജനിക്കുന്നത്. ഈ പാർവതിയുടെ ശാപം മൂലം പാർവതി ഇവിടെ നീ അസുരനായി പോകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ചിത്രകേതു പിന്നീട് വൃത്രാസുരനായിട്ട് ജനിച്ചു. ഇനി ആ പാർവതിയുടെ ശാപമേറ്റ ചിത്രകേതു പിന്നീട് വൃത്രാസുരനായി തീർന്നത് എന്ന കാര്യം ഈ ശ്ലോകത്തിൽ ചെറുതായിട്ടൊന്ന് പറയുകയാണ്. അയം തു, ഈ ചിത്രകേതുവാകട്ടെ നിസ്സംഭ്രമ, ഒട്ടും പരിഭ്രമിക്കാതെ. ഇവിടെ പാർവതീദേവി ശപിച്ചപ്പോൾ ചിത്രകേതുവിന് ഒരു പരിഭ്രമം ഉണ്ടായില്ല. അയാചിത ശാപമോക്ഷം പോലും ഇവിടെ അയാചിത, ചോദിക്കാതെ, ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. എന്നിട്ട് വൃത്രാസുരനായി ഉപഗമ്യ, പ്രാപിച്ചിട്ട്, തീർന്നിട്ട്, ദേവേന്ദ്രനുമായി യോധി, യുദ്ധം ചെയ്യുന്നതിനിടയിൽ, ദേവേന്ദ്രനുമായിട്ട് പിന്നീട് യുദ്ധം ചെയ്യാണ്. ആ യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഭക്തി മൂലം ആത്മതത്വകഥനൈ, ആത്മതത്വോപദേശങ്ങളെ കൊണ്ട് സമരേ, യുദ്ധത്തിൽ, ശത്രുവിന് പോലും ഭ്രമം അപാസ്യ, അജ്ഞാനം നീക്കിക്കൊടുത്തു. ഇവിടെ ദേവേന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്തു വൃത്രാസുരൻ. ആ സമയത്ത് വൃത്രാസുരൻ ദേവേന്ദ്രന് തത്വോപദേശങ്ങൾ കൊടുത്തു, ശത്രുവായിട്ട് പോലും. പാർവതി ദേവി ശപിച്ചപ്പോ ചിത്രകേതുവിന് യാതൊരു പരിഭ്രമവും ഉണ്ടായില്ല. ശാപം സന്തോഷത്തോടു കൂടി അങ്ങോട്ട് സ്വീകരിച്ചു. ഒരു ശാപമോക്ഷം ഒന്നും ചോദിച്ചില്ല. എന്നിട്ട് പിന്നീട് അസുരനായിട്ട് ജനിച്ചു. വിശ്വരൂപൻ നേരത്തെ ദേവന്മാരുടെ ഗുരുവായിട്ട് ഇരുന്ന സമയത്ത് അസുര സ്ത്രീയിൽ ജനിച്ചതാണ് വിശ്വരൂപൻ. ത്വഷ്ടാവിന്റെ പുത്രനാണ്. ആ വിശ്വരൂപൻ ഇവിടെ യാഗങ്ങളിൽ കിട്ടുന്ന, ആ ദേവന്മാർക്ക് മാത്രം കിട്ടുന്ന എല്ലാം അസുരന്മാർക്ക് കൂടി ആരും അറിയാതെ കൊടുത്തു. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ദേവേന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഈ വിശ്വരൂപനെ വധിച്ചു കളഞ്ഞു. അപ്പൊ വിശ്വരൂപന്റെ അച്ഛനായ ത്വഷ്ടാവ് ഒരു ഹോമം നടത്തുകയാണ്, ഇന്ദ്രനെ ശത്രുവായിട്ട് കരുതുന്ന ഒരു പുത്രൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പക്ഷെ മന്ത്രം ചൊല്ലിയപ്പോഴുണ്ടായ ചെറിയ പിഴവ് മൂലം ഇന്ദ്രനെ സുഹൃത്തായിട്ട് കാണുന്ന ഒരു പുത്രനാണ് ഇവിടെ ഉണ്ടായത്. ആ ഹോമാഗ്നിയിൽ നിന്നാണ് വൃത്രാസുരനായിട്ട് ഈ ചിത്രകേതു വീണ്ടും ജനിക്കുന്നത്.
വൃത്രാസുരനും ദേവേന്ദ്രനും തമ്മിൽ പിന്നീട് ഭയങ്കര യുദ്ധമുണ്ടായി. യുദ്ധത്തിനിടയിൽ ശത്രുവായിട്ടുള്ള ദേവേന്ദ്രന് പോലും ആത്മതത്വോപദേശം ചെയ്തിട്ടാണ് വൃത്രൻ വൈകുണ്ഠം പ്രാപിച്ചത്. വൃത്രനെ ദേവേന്ദ്രൻ വധിച്ചു. ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യം അത്യത്ഭുതകരം തന്നെ എന്ന് പറയാണ് ഇവിടെ. അതുകൊണ്ടാണല്ലോ ശാപമേറ്റിട്ടും ഒരു പരിഭ്രമവും തോന്നാതെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന, ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശത്രുവിന് പോലും ആത്മതത്വോപദേശം കൊടുക്കാൻ സാധിച്ചത്. ആ കഥയാണ് ഇതിനകത്ത് പറയുന്നത്. ഇവിടെ ത്വഷ്ടാവ് വിശ്വരൂപനെ ദേവേന്ദ്രൻ വധിച്ചപ്പോൾ വല്ലാതെ കോപിച്ചു. ഇന്ദ്രശത്രുവായിട്ടുള്ള ഒരു പുത്രൻ ജനിക്കാൻ വേണ്ടിയിട്ടാണ് ഹോമം ചെയ്തത്. പക്ഷേ ഹോമം മന്ത്രത്തിന്റെ സ്വരം മാറിപ്പോയത് കൊണ്ടാണ് ഇന്ദ്രന്റെ ശത്രുവായിട്ടുള്ള പുത്രനല്ല, ഇന്ദ്രൻ ശത്രുവായ പുത്രനാണ്. ഇവിടെ ഇന്ദ്രനാണ് ഇങ്ങോട്ട് ശത്രുത തോന്നിയത്. അങ്ങനെയാണ് ഒരു പുത്രൻ ഉണ്ടായത്. ആ വൃത്രാസുരനെ ഇന്ദ്രൻ വധിച്ചു. ഈ വൃത്രാസുരനായിരുന്നു പൂർവജന്മത്തില് ചിത്രകേതു ആയിരുന്നത്. ആ സമയത്ത് വലിയ വിഷ്ണുഭക്തനായിരുന്നു ഈ ചിത്രകേതു. അതുകൊണ്ട് തന്നെ ആ വിഷ്ണുഭക്തി വീണ്ടും അസുരനായിട്ട് ജനിച്ചെങ്കിലും ആ ഒരു വാസന ഉള്ളിൽ നിന്നിരുന്നു. അതുകൊണ്ടാണ് ശത്രുവിന് പോലും ആത്മതത്വോപദേശം കൊടുക്കുവാൻ സാധിച്ചത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.